ഇവിടെ മീൻ കൊണ്ടുവരുന്നവർ ഒരു പീസ് ബുസ്സിക്ക് കൊടുത്ത് അവൻ അതിനെടുത്ത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുസ്സിക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവൻ ആർക്കും കൊടുക്കത്തില്ല. ഇതുപോലെ അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആരെയും അടുത്ത് വരാനൊന്നും സമ്മതിക്കത്തില്ല. ബാക്കി റോസിയും ടിനയും ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ്ട അവിടെ റോസി അവിടെ മുകളിൽ കയറിയിരിക്കുന്നു. അവൻ ഇവൻ്റെ അടുത്ത് വരാൻ പേടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇവനാണെങ്കിൽ അടുത്ത് വന്നാൽ അടിക്കും. അതുകൊണ്ട് അവൻ കഴിക്കുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അടുത്ത് വരാൻ പേടിച്ചിട്ട്. ഇതാ അവൻ സ്വഭാവത്തിൽ പാവമാണ് വളരെ. അതുകൊണ്ട് അവൻ അവിടെ ഇരിക്കും. ബുസ്സി അടുത്ത് ഇവനെ വരാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് അവൻ ഇവിടെ നോക്കിയിരിക്കുന്നത്. ഇവിടെ അടുത്ത് ടിനയുമുണ്ട്. അവൻ പടിയിലിരുന്നതാ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവൻ ആർക്കും തരാതാണല്ലോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ടിന ആണെങ്കിൽ എന്ത് കിട്ടിയാലും ഇവന്മാർക്ക് കൊണ്ട് കൊടുക്കും. പക്ഷേ ബുസ്സി അങ്ങനെയല്ല. അവന് കിട്ടിയാൽ അവൻ മാത്രം ഒറ്റയ്ക്ക് അങ്ങ് കഴിക്കും. ഇതാ ഇവിടെ ഇരുന്ന് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ബാക്കി രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുന്നു. ബ്ലാക്കി എവിടെ പോയെന്നറിയില്ല. നല്ല രുചിയുണ്ട്. ഇതുപോലെ ദിവസം തന്നാൽ നന്നായിരുന്നേനെ. എന്തൊരു രുചിയാ കഴിക്കാൻ. ഇതാ നീ റോസിക്കോ ടിനയ്ക്ക് ഇച്ചിരി കൊടുത്തേ. അവൻ ഒന്നും കുടിക്കാനൊന്നും താല്പര്യമില്ല. അവൻ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതവർ എനിക്ക് തന്നതല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോളാം. നല്ല രുചിയാ. അവൻ കടിക്കണത് കണ്ട, മുറിച്ച് കടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പം കാക്കകളൊന്നും വന്നില്ല. മഴ ആയതുകൊണ്ടായിരിക്കും. എവിടെയോ പോയിരിക്കണം അവന്മാർ. അല്ലെങ്കിൽ അവന്മാർ ഇവിടെ വച്ച് എന്നെ കഴിക്കാൻ സമ്മതിക്കത്തില്ല, വാങ്ങിച്ചുകൊണ്ട് പോവും. കുറച്ച് സമയമായിട്ട് വെച്ച് അവൻ കടിച്ച് മുറിച്ചുകൊണ്ടിരിക്കുന്നു. അവന് പറ്റുന്നില്ല കടിക്കാൻ. അവൻ എത്ര ശ്രമിച്ചിട്ടും അവന് കടിക്കാൻ പറ്റുന്നില്ല. കുറച്ച് സമയം കൊണ്ട് അവിടെ ഇരിക്കുകയാണ് അവൻ. എങ്കിലും അവൻ വെച്ച് അതിനെ കടിച്ച് നോക്കുന്നു മുറിക്കാൻ പറ്റുമോയെന്ന്. ഇന്ന് മഴ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ ഇവിടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ വീട്ടിനകത്ത് എടുത്തുകൊണ്ട് വരാൻ നീ. എൻ്റെ പല്ലൊന്നും ഒടിഞ്ഞു പോകുമെന്നാണ് തോന്നുന്നത്. എന്തുമാത്രം കടിച്ചിട്ടും കടിക്കാൻ പറ്റുന്നില്ല. എത്ര മുറിച്ച് നോക്കിയിട്ടും മുറിക്കാൻ പറ്റുന്നില്ല അവന്. റോസിക്കും ടിനയ്ക്കും കൊടുത്തിരിക്കാമുള്ളത് കുറച്ച്. ഞാൻ കൊടുത്തില്ലെങ്കിലും അവരെന്ത് കിട്ടിയാലും എനിക്ക് കൊണ്ടുതരും. ഈ ഫുഡ് വിഷയത്തിൽ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്കി എന്ത് കിട്ടിയാലും ആദ്യം എന്നെ തന്നെ വിളിക്കും. എന്ത് കിട്ടിയാലും വിളിച്ച് എനിക്ക് ആദ്യം കൊണ്ട് തരും. ഞാൻ അങ്ങനെ ഇല്ല കേട്ടോ. എന്തും കിട്ടിയാലും എടുത്തുകൊണ്ട് ഓടും. ഇന്നിതിനെ കടിച്ച് മുറിച്ചിട്ട് എനിക്ക് വേറെ പണിയെന്ന് പറഞ്ഞിട്ട് അവൻ ഇരുന്ന് മുറിച്ചുകൊണ്ടിരിക്കുന്നു. മുഷിഞ്ഞിരുന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര കടിച്ചിട്ടും കടിക്കാൻ പറ്റുന്നില്ല. റോസിയും ടിനയും കുറച്ച് സമയം കൊണ്ട് അവിടെ നോക്കിയിരിക്കുന്നു. ഇനി എപ്പോഴാണ് ഇറങ്ങി വരുമെന്ന് അറിയില്ല. ഇതിനെ വേവിച്ച് തന്നിരുന്നെങ്കിൽ എനിക്ക് വേഗം കഴിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ തന്നെ തന്നപ്പോൾ ഓടി എടുത്തുകൊണ്ട് വന്നത്. എന്ത് കഷ്ടപ്പെട്ടിട്ടും ഒന്നും കടിക്കാൻ പറ്റുന്നില്ല.
ഈ ബ്ലാക്ക് ഈ സമയം നോക്കി എവിടെ പോയി? അവൻ ഉണ്ടെങ്കിൽ കടിച്ചു മുറിച്ച് ചെറുതാക്കി തരുമായിരുന്നു. ഇവൻ ഇന്ന് കാണുന്നില്ല. അവൻ എവിടെ പോയെന്നേ അറിയില്ല. എന്ന് എവിടെയോ പോയിരിക്കുന്നു. അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ച് തന്നാൽ ഞാൻ കഴിച്ചുകൊള്ളുമായിരുന്നു. ഇതെന്തുവാ എത്ര കടിച്ചിട്ടും കടിക്കാൻ പറ്റുന്നില്ല, മുറിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതെങ്ങനെ ഞാൻ ഇനി കഴിക്കും? അവനെ വിളിച്ച് നോക്കിയിട്ടും വിളി കേൾക്കുന്നില്ല. അത് ടിന വന്ന്. ടിന കുറച്ച് സമയം നോക്കിയിരുന്നിട്ട് അവൻ ഇവിടെ അടുത്ത് വന്ന് നിൽക്കണം. ഇതാ ബുസി അങ്ങ് ദേഷ്യത്തിൽ നോക്കുക, ഞാൻ നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇവൻ്റെ അടുത്ത് ഇവൻ ഒന്നും തരത്തില്ലെന്ന് തോന്നുന്നു. ഒറ്റയ്ക്കിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനി നമുക്ക് കുറച്ച് സമയം പോയിട്ട് വരാം. ഇനി അവരോട് പറയണം, ഇത്രയും കട്ടിയുള്ള മീൻ കൊണ്ടുവരരുത്, എനിക്ക് തരരുത്. ടിന ഇവൻ തരത്തില്ലെന്ന് അറിഞ്ഞപ്പോൾ അവൻ പോയി. മാത്രം ഒറ്റയ്ക്കിരുന്ന് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ സമയമായിട്ട് ഇവൻ കടിച്ചു മുറിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതെന്താ കല്ല് പോലെ ഉണ്ടല്ലോ, കടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ എങ്ങനെ ഇതിനെ കഴിക്കും? കടിച്ച് നോക്കുന്നു, എനിക്ക് കടിക്കാൻ പറ്റുന്നില്ല. പാറ പോലെ ഉണ്ടല്ലോ. കുറച്ച് അവന് റോസിക്കും ടിനയ്ക്കും കൊടുത്തിരിക്കാനുള്ളത്. ഇതാ ടിന തിരിച്ച് വന്ന് ആക്രോശത്തോടെ, പോടാ നീ ഇനി കഴിച്ചത് മതി, ഞാൻ കുറച്ച് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ മേടിച്ചു. ബുസ്സി ഇവിടെ നോക്കിയിരിക്കുകയാണ്. ടിന ദേഷ്യത്തോടെ അവനെ നോക്കുന്നു. ഇവൻ ഇനി തരത്തില്ലയോ? ഞാൻ കടിച്ച് മുറിക്കാമെന്ന് വച്ചിരുന്നു, അവൻ വന്ന് എടുത്തു വച്ചിരിക്കുന്നു. ഇപ്പം ബുസ്സി പതുക്കെ വരുന്നു. എൻ്റെതാണ്, നീ എനിക്ക് തന്നേ, ഞാനാണ് മേടിച്ചോണ്ട് വന്നത്. അടുത്ത് പതുക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവൻ്റെ അടുത്തിരുന്ന് ഇനി എങ്ങനെ മേടിക്കും ഞാൻ? നല്ല രുചിയാണല്ലോ. ഏതായാലും എനിക്കിരിക്കാൻ പറ്റുന്നില്ല, അടുത്ത് പോയി എടുക്കാം നമുക്ക്. എടുത്തപ്പം ടിന അടിക്കാൻ തുടങ്ങി. പോടാ ഞാൻ നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞ് അടിക്കാൻ വന്നു. അതുകൊണ്ട് അവൻ ഓടിക്കളഞ്ഞു. ഇനി ഇവൻ തരത്തില്ല, അവൻ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോട്ടെ. ഇനി ആ ടിനായും ഇവിടെ ഇരുന്ന് കടിച്ച് നോക്കുന്നു. അവനും കടിച്ച് മുറിക്കാൻ പറ്റുന്നില്ല. ഇവൻ ഇതിനെയാണോ വെച്ച് കടിച്ചോണ്ടിരുന്നത്? എത്ര കടിച്ചിട്ടും കടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് എന്തുവാ ഇങ്ങനെ ഇരിക്കണ്? കല്ല് പോലെ ഉണ്ടല്ലോ. എനിക്കും മുറിക്കാൻ പറ്റുന്നില്ല എത്ര ശ്രമിച്ചിട്ടും. അത് തന്നെ ഇവൻ കുറച്ച് സമയം കൊണ്ട് കടിച്ചിരുന്നത്. മുറിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവൻ ഇപ്പം പോയിരിക്കണം. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും എടുത്താലും ഒന്നും തരത്തില്ല. എനിക്ക് ഇനി വേണ്ട, ഞാൻ വച്ചിട്ട് പോവാം.